ഈ മുഖ്യമന്ത്രി വകുപ്പ് ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും മിക്കവാറും തുറമുഖ വകുപ്പ് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. മാറ്റമുണ്ടാകില്ല എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രാഥമിക ഘട്ടമെന്ന് പറയാൻ കഴിയുന്ന ഭാഗത്താണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പണി ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക്, ആദ്യ ഫേസ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഘട്ടത്തിലേക്ക് എത്തി. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ അവരുടെ സഹകരണത്തോടും കൂടി മാത്രമേ മുന്നോട്ട് പോകാനും കഴിയൂ. ഇവരെയൊക്കെ എങ്ങനെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ അതിൻ്റെ ഒരു അപ്രാഥമിക കാലഘട്ടമായിരുന്നു. അത് വാസ്തവത്തിൽ വളരെ ഗൗരവവും പ്രാധാന്യവും സങ്കീർണമാണ്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും സഹകരണങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ, അവിടെയുള്ള വ്യത്യസ്തമായ മതവിശ്വാസികൾ തുടങ്ങി എല്ലാവരും സമന്വയിപ്പിച്ചാൽ മാത്രമേ ഈ തീരഭൂമിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. തീരഭൂമി എപ്പോഴും ഒരു വികാരപരമായി നിൽക്കുന്നൊരു പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളികൾ, അധ്വാനിക്കുന്നവർ, കടലാക്രമണം തുടങ്ങി ഇതുണ്ടല്ലോ. ഈ പദ്ധതി തുടങ്ങിയ ശേഷം താങ്കൾ പറഞ്ഞതുപോലെ ആ 5 വർഷവും അവിടെ പോകുന്ന ഓരോ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട ഓരോ പരിപാടിയിലും മുഖ്യമന്ത്രി പങ്കെടുത്തു, നിർദ്ദേശങ്ങൾ നൽകി, അതിൻ്റെ വിലയിരുത്തൽ യോഗം എല്ലാം ഉണ്ടായി. അപ്പോൾ ആ പ്രദേശം ഒരു സെൻസിറ്റീവ് പ്രദേശമാണ് ഈ തീരഭൂമി എന്ന് പറയുമ്പോൾ. അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവധാനതയും ഒരു സഹിഷ്ണുതയും ഒക്കെ വളരെയധികം വേണ്ടപ്പെട്ട, വേറെ ഒരു ഭാഗത്തും അത്ര ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം അതിപ്പോൾ കഴിഞ്ഞു, ആ 5 വർഷം കഴിഞ്ഞു. പിന്നീട് ഈ കഴിഞ്ഞ നമ്മുടെ 2.5 വർഷത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയും, എൻ്റെ വകുപ്പ് ചുമതല വഹിച്ച തുറമുഖ ഈ വകുപ്പ് മന്ത്രിയും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായ വിലപ്പെട്ട സംഭാവന നൽകി നേതൃത്വം കൊടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇനി അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഘട്ടമാണ്. അതെ, ആദ്യകാലത്ത് താങ്കൾ ഗുണിച്ചതുപോലെ ആ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അതിസങ്കീർണം, കടൽ പോലെ പ്രവിശാലമായിരുന്നു. ഞാൻ കടൽ നോക്കി പ്രാർത്ഥിക്കുകയത് ശരി, അത്രയേറെ പ്രവിശാലമാണ് അത്. ഇപ്പോൾ ഒരു ഘട്ടം അതാണ് ഈ പിണറായി സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ ഒരു ഏറ്റവും വലിയ പ്രകടമായ ഒരു സാക്ഷ്യം അതാണ്. കാരണം വിഴിഞ്ഞത്തിൻ്റെ സാക്ഷാത്കാരം തന്നെയാണ് അത്. ഇനി നമുക്കത് പൂർത്തീകരിക്കണം. അതാണ് എങ്കിൽ ഇപ്പോൾ ഇതുവരെ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഇതെല്ലാവരും അതാണ് എന്നുള്ള നിലക്കാണ് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്നത്. അതൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്, ഏത് വകുപ്പ് എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. അത് മുഖ്യമന്ത്രി ഏത് വകുപ്പ് നൽകിയാലും ആ വകുപ്പിനോടും മുഖ്യമന്ത്രിയോടും വിശ്വാസ്യതയും സത്യസന്ധതയും പ്രതിബദ്ധതയും ഒക്കെ പുലർത്തുക എന്നുള്ളതാണ് അതിനോട് വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ഘടകമെന്ന് വിശ്വസിക്കുന്നവരിലെ പൊതുപ്രവർത്തകനാണ് ഞാൻ.